ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയാണ്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡോണ്ട് റഷ് ചാലഞ്ച് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചിലരൊക്കെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല, ക്യാരറ്റ് എല്ലാവരും പാസ് ചെയ്യുന്നു, അതുകൊണ്ട് എല്ലാവരും പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കുന്നു, പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ അതിപ്പോൾ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ചാണ്, ഡോണ്ട് റഷ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും അത് മേക്കപ്പ് ഐറ്റംസ് ബ്രഷ് വെച്ചിട്ടൊക്കെയാണ് അധികം ആളുകളും ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിൽ ഇത് ചെയ്തത്, ഇതുപോലെ കുക്കിംഗ് ചാലഞ്ചായിട്ട് ചെയ്തത് നമ്മൾ കുവൈറ്റ് യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്സാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് ഞാനിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അത് കിട്ടുന്നത് വേറെ ആളാണ് ആ ക്യാരറ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് അവരൊരു ഡിഷ് ഉണ്ടാക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, ഏലക്കായ, പിന്നെ മൈദ 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് എടുത്തത്, കൂടുതൽ ചേർക്കരുത്, അപ്പോൾ ഇത് അത്ര സോഫ്റ്റ് ആവില്ല. ഈ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് 1 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്, പിന്നെ പാൽപ്പൊടി ഒരു 1/4 കപ്പ് അളവിലാണ് എടുത്തത്, ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എടുത്തത് പാൽപ്പൊടി. പിന്നെ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റാണ്. 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി, കിസ്മിസ്, ആൽമണ്ട്, ഇത് അതിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പാണ്, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ക്യാരറ്റ് വേവിക്കാതെ അരച്ചെടുത്തും നിങ്ങൾക്ക് ഈ പോള ഉണ്ടാക്കാം കേട്ടോ, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ 5 മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടെ കൂട്ടിച്ചേർക്കാം. പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, നമ്മളെ പഞ്ചസാര മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എടുത്തു വെച്ച മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മിക്സിയിൽ വലിയ മിക്സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം, പക്ഷേ ഇപ്പോൾ എൻ്റെ മിക്സിയിൽ എല്ലാം കൂടെ കൊള്ളൂല, പുറത്തോട്ട് തെറിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റും മിൽക്ക് മെയ്ഡും കൂടെ വേറെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ, പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഓയിലാട്ടോ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ നെയ്യ് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇവിടെ ക്യാരറ്റ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്, അതും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് വേവാൻ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ചേർക്കണമെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ പോള ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതും കൂടെ ചെയ്തെടുക്കണം കേട്ടോ, കാരണം ഇതൊന്ന് ഉറച്ച് വരുന്ന സമയമാകുമ്പോഴേക്ക്, ഈ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴേക്ക് നമുക്കിത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊന്നും ഇതിൻ്റെ മേലെ പിടിച്ചിരിക്കില്ല, പെട്ടെന്ന് തന്നെ ഇളകി വീഴും. അപ്പോൾ ഇതൊന്ന് നന്നായി അലങ്കരിച്ച ശേഷം നമുക്കിതൊന്ന് നല്ല പോലെ വേവിച്ചെടുക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുക, അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഞാൻ ആ ഭാഗം വിട്ടുപോയി റെക്കോർഡ് ചെയ്യാനായിട്ട്.
അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അലങ്കരിച്ചെടുക്കാൻ പോവുക. അതിനുവേണ്ടി കുറച്ച് ക്യാരറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ചുറ്റിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കി ക്യാരറ്റ് പോളയുടെ മേലെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മിൻറ്റ് ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് പോള ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് നല്ല സോഫ്റ്റാണ്, അതുമാത്രമല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ മധുരമുള്ള ഫുഡുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു പീസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റായിട്ടായിരിക്കുന്നത് എന്നുള്ളത്. നമുക്കത് പുഡിങ്ങിന് പകരമായിട്ടും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഡോണ്ട് റഷ് ചാലഞ്ചിൻ്റെ വീഡിയോ ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് പോയി കാണാം കേട്ടോ. ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതിനു മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.